ഇന്നത്തെ കണ്ടീഷനിൽ ഇവിടുത്തെ ഭരണകൂടങ്ങൾ കാണിക്കുന്ന അഴിമതിയെല്ലാം പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതേയുള്ളൂ, അല്ലാണ്ട് ഇത് സ്റ്റേറ്റും ഇതും തമ്മിൽ ആ ഒരു ബന്ധമില്ല. ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് ദ സ്റ്റേറ്റ്. സമൂഹത്തിൽ ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ. അടുത്ത കൊമ്പൻ സമൂഹം ചർച്ച ചെയ്ത് അതിലൊരു കൃത്യമായിട്ടുള്ളൊരു നിലപാട് സർക്കാരും അതുപോലെ തന്നെ ഈ പൊതുവിലെടുക്കേണ്ട ഒരു തീമായിട്ട് എനിക്ക് തോന്നി. കുഴപ്പമില്ല, പക്ഷേ അധികം രാഷ്ട്രീയം പറയുന്നു എന്നൊരു സംശയം. ഇത് വെറുതെ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഒരു കോൺട്രവേഴ്ഷ്യൽ ഒരു വിവാദം ഉണ്ടായിക്കൊണ്ട് ഇതിനെ നശിപ്പിക്കുകയും ചെയ്യാം. കമൻ്റ് അറിയിക്കാൻ മാത്രമൊന്നുമില്ല പിക്ചർ. ഇറ്റ്സ് നത്തിങ് ഗ്രേറ്റ്. ഒരു ചിന്താമണി കൊലക്കേസ് പോലെ സംതിങ് ലൈക്ക് ദാറ്റ്. വിവാദം ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതേയുള്ളൂ, അല്ലാണ്ട് ഇത് സ്റ്റേറ്റും ഇതും തമ്മിൽ ആ ഒരു ബന്ധമില്ല. ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് ദ സ്റ്റേറ്റ്. ഓഡിയൻസിന് കണക്ട് ആവില്ല, കാരണം ദേർസ് നോ മെറ്റീരിയൽ ഇൻ ദാറ്റ്. ഓൺലി തമ്മിൽ ഡയലോഗ് കുറച്ച് ഇത് വെക്കുന്നതല്ലാതെ നത്തിങ് ഗ്രേറ്റ്. നത്തിങ് ടു ഡു വിത്ത് ദ സ്റ്റേറ്റ്. എൻ്റെ വളരെ മോശം. അല്ല അഭിനയിക്കുന്നത് ഓക്കെ, ആക്ടേഴ്സ് ആർ ഡൺ ദ ജോബ്, ബട്ട് ദർ ഇസ് നോ കണ്ടന്റ് ഇൻ ദാറ്റ്. പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം. കുഴപ്പമില്ല, നല്ല പടമാണ്. സുരേഷ് ഗോപി കലക്കിയിട്ടുണ്ട്. സമൂഹത്തിൽ ഇതുപോലെയാണ് വേണ്ടത് കേട്ടോ. അടുത്ത കൊമ്പൻ ഇതാണ് പടം എന്ന് വെച്ചാൽ ഇതാണ് സുരേഷ് ഗോപിക്ക് സംഭവിച്ചിരിക്കുന്നത്. കാര്യം ഇത് നല്ല ഇത് സമൂഹം ചർച്ച ചെയ്ത് അതിലൊരു കൃത്യമായിട്ടുള്ളൊരു നിലപാട് സർക്കാരും അതുപോലെ തന്നെ ഈ പൊതുവിലെടുക്കേണ്ട ഒരു തീമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് പടം പൊതുവിൽ എല്ലാവരും കാണണം എന്നുള്ള അഭിപ്രായമാണ് പറയാനുള്ളത്. എന്താ ഒരു പടം കൊള്ളാം, നല്ല പടം. ആവറേജ്, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കുക. വർക്കൗട്ടായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല കൊള്ളാം. ചേട്ടാ പടം എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് കണ്ടോണ്ടിരിക്കാം, അങ്ങനെ ബോറടി കാര്യങ്ങളൊന്നുമില്ല, ഒരു ആവറേജ് പടം. പിന്നെ സുരേഷ് ഗോപി പണ്ടത്തെ പോലെ തന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഡയലോഗ് കുറേ മാസ് ഡയലോഗ് കാണിച്ചിട്ടുണ്ട്, പക്ഷേ നമുക്ക് ആ ഒരു ഫീലില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഗുമ്മില്ല മാസിൽ. അത്രയ്ക്ക് വലിയ ആ ഒരു ഇതിലേ പോയിട്ടുള്ളൂ. പിന്നെ മാധവ് സുരേഷ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ ഒരു പഴയ ഇതൊക്കെ തന്നെ കണ്ടോണ്ടിരിക്കാം. കുഴപ്പമില്ല, പക്ഷേ അധികം രാഷ്ട്രീയം പറയുന്നു എന്നൊരു സംശയം, അത്രേ ഉള്ളൂ. അല്ല ദഹിക്കുന്ന വെച്ചാൽ അത് കുറച്ച് സിനിമയല്ലേ, കുറച്ചൊക്കെ വേണ്ടേ. അല്ല എല്ലാ കഥാപാത്രങ്ങളും കൊള്ളാം, നന്നായിട്ടുണ്ട്. അത് ആ ഒരു കാര്യമില്ല, അതിൽ നമുക്കൊന്നും തോന്നുപോലുമില്ല. എന്താണെന്നറിയാം, ഇത് ഇത്രയും ബഹളം ഉണ്ടാക്കി അതിന് പടത്തിനൊരു ഇത് കിട്ടി. പടത്തിന് ഇത്രയും വിവാദമൊക്കെ വന്നപ്പോൾ പടത്തിനൊരു ഇത് കിട്ടിയില്ലേ, അതാണ് അതിൻ്റെ നേട്ടമുള്ള. അതല്ല പിന്നെ കുറച്ച് രാഷ്ട്രീയം പറയുന്നുണ്ട് നായകൻ കഥാപാത്രം. ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനു ശേഷമുള്ള നമ്പർ 1 ഒരു ഫാമിലി പിക്ചർ നന്നായിരിക്കും. സുരേഷ് ഗോപി മോനെ അഭിനയിച്ചിട്ടുണ്ട്, കൊള്ളാം, നന്നായിരിക്കും. ഇത് വെറുതെ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഒരു കോൺട്രവേഴ്ഷ്യൽ ഒരു വിവാദം ഉണ്ടായിക്കൊണ്ട് ഇതിനെ നശിപ്പിക്കുകയും ചെയ്യാം, ഡെവലപ്പ് ചെയ്യും. ഒരു കുഴപ്പമില്ല, കൊള്ളാം. നല്ല ഫിലിമാണ്. സുരേഷ് ഗോപി നന്നായിട്ട് നല്ല കൊയ്റ്റാണ് അഭിനയിച്ച്. ശരി, നന്നായിരിക്കുന്നു, കുഴപ്പമില്ല, നല്ല ഫിലിമാണ്. നല്ലത്. പെണ്ണുകളെ പീഡിപ്പിക്കുന്ന ഓരോ കേസിൻ്റെയും അതിൻ്റെ ജസ്റ്റിസൊക്കെ കാണിക്കുന്നതാണ് സിനിമയിൽ കാണാൻ പറ്റും. നല്ല സിനിമയാണ്. പടത്തിൽ നല്ല സിനിമയാണ്, എനിക്ക് അങ്ങനെയൊന്നും പറയില്ല. കുഴപ്പമില്ല, നോട്ട് ബാഡ്. ഇല്ല രാഷ്ട്രീയമൊന്നുമില്ല, രാഷ്ട്രീയമായിട്ട് എടുക്കാനില്ല. ജസ്റ്റിസ് അതന്നെ ഇല്ല, കോമൺ പീപ്പിളിന് കിട്ടുന്ന ജസ്റ്റിസിനുള്ളൊരു വഴി കാണുന്നു മാത്രം. നന്നായിട്ടുണ്ട്, നല്ല സ്ക്രിപ്റ്റ്. ഗവൺമെൻറ്റിൻ്റെ അനാവശ്യങ്ങളെല്ലാം ഒരു ജനങ്ങൾക്ക് ഒരു സമ്മതമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഇതിനകത്ത് നല്ലപോലെ കാണിച്ചിട്ടുണ്ട്. അത് എനിക്ക് എങ്ങനെയാണ് വിവരിക്കേണ്ടതെന്ന് അറിയില്ല. നല്ല സിനിമയാണ്. നല്ല സിനിമ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലാവസ്ഥയിൽ ഇന്നത്തെ കണ്ടീഷനിൽ ഇവിടുത്തെ ഭരണകൂടങ്ങൾ കാണിക്കുന്ന അഴിമതിയെല്ലാം പ്രത്യേകിച്ച് എടുത്ത് കാണിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ സ്വാതന്ത്ര്യത്തിന് ഒന്നും ചെയ്യുന്നില്ല. ആവശ്യമാണ്, 100% ആവശ്യമാണ്. ഞാനും സർവീസ് ചെയ്യുന്ന ഒരാളാണ്, പെൻഷനായതാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്നത്തെ ഭരണകൂടം ഏറ്റവും വൻ ചതിവിലേക്കാണ് പോകുന്നത്. ജനങ്ങളോട് വൻ ചതിവാണ് ചെയ്യുന്നത്. അത് നല്ലപോലെ പ്രത്യക്ഷമാക്കിയിട്ടുണ്ട്. കൊള്ളാമായിരുന്നു, ഏറ്റവും നല്ല സിനിമയാണ്. സുരേഷ് ഗോപി നല്ല അഭിനയമായിരുന്നു. ഇത് കുറേ നാളെ ഓടും. കുഴപ്പം നന്നായിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ അല്ലേ, നല്ല രസമായിട്ടുണ്ട്, നല്ല അഭിനയമാണ്.